ഇന്ന് ഞാനൊരു സിമ്പിൾ പുഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ച് എടുക്കേണ്ട സമയമേ വേണ്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1 കപ്പ് പാലും 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് വേറെ കുറച്ച് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിൻ്റെ മിക്സിലേക്ക് ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് കുറുകി വരും. ഇതിൽ കണ്ടൻസ് മിൽക്ക് ചേർത്തതുകൊണ്ട് ഷുഗറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി സെർവ് ചെയ്യാനുള്ള 4 കപ്പുകളിലേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു പ്ലെയിൻ ട്രേയിലേക്കാണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ 4 കപ്പിൽ ഒഴിക്കുക. ഫ്രിഡ്ജിലേക്ക് ഒരു 1 അവർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്ട്രോബെറി ജെല്ലി ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് തിളച്ച വെള്ളത്തിലേക്ക് 10 ഗ്രാം സ്ട്രോബെറി ജെല്ലി മിക്സ് ഞാനിതുപോലെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച പുഡിംഗ് മിക്സിൻ്റെ മേലേക്ക് ഇളക്കാതെ പതിയെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് വീണ്ടും ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു ഹാഫ് ആൻ അവർ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ ഇതാ ഹാഫ് ആൻ അവർ വെച്ച് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഒരു ചെറിയ നൈഫ് വെച്ചിട്ട് ഈ മേലത്തെ ജെല്ലി ലെയർ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. എല്ലാവരും പറ്റുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ജെല്ലി ലെയറിന് പകരം നട്ട്സോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ടേസ്റ്റിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.